എലോഹിം എലോഹിം എന്ന് പറഞ്ഞ ഒരു ഒരു ജനറൽ. ഈ വേർഡ് ഹീബ്രുവിൽ നിന്ന് അല്ല വന്നത്. സെമിറ്റിക് യുഗറിറ്റിക് ഹീബ്രു വേർഡ്സ് വരുന്നതിന് മുമ്പേ ഈ എൽ എന്ന് പറഞ്ഞ വേർഡുണ്ട്. എലോഹ, എൽ, എല, എലോഹ എന്നൊക്കെ പറഞ്ഞ വേർഡിൽ നിന്ന് ആണ് ഇത് വരുന്നത്. അപ്പം ഇതിനു മുമ്പേ ഈ ഈ യുഗറിറ്റിക് ഇതൊക്കെ ഫിനീഷ്യനും അതൊക്കെ വായിച്ചു നോക്കും. ആ ഭാഗമൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പം ബാലിന് മുമ്പേ ഒരു ബാലാണ് അവരുടെ സുപ്രീം ദൈവം. ഇപ്പം മറ്റേ സ്ഥലത്തെല്ലാം മഡൂക്കാണ്. പക്ഷെ അവരെക്കാട്ടി ഒരു വലിയൊരു ദൈവമുണ്ട്. ആ ദൈവം ആരാന്ന് കണ്ടിട്ടില്ല. മനസ്സിലായി? ഇപ്പം നമ്മളുടെ അറബിക്ക് മുസ്ലിം സഹോദരന്മാർ അവരുടെ ഇതും പഠിച്ചു വരുമ്പം അള്ളാ എന്ന് പറഞ്ഞു വരുന്നുണ്ട്. ഈ ഇതിൽ നിന്ന് വന്നതാണ് അള്ളാ എന്ന് പറയും. പക്ഷേ അവരെല്ലാം സമ്മതിക്കുന്നത് ദേഴ്സ് എ ഇൻവിസിബിൾ ദൈവം. അതായിരുന്നത് യൂണിവേഴ്സൽ. എലോഹിം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ വേർഡ്. അത് കഴിഞ്ഞ് നമ്മൾ മുമ്പ് വായിച്ച ടെട്രാഗ്രാമറ്റോൺ വന്നിട്ടുള്ളത് കവനൻ്റൽ ദൈവം, മനുഷ്യനുമായിട്ടുള്ള കവനൻ്റൽ ഇതിലാണ് വന്നത്. ഇപ്പം നിങ്ങൾ 10 കൽപ്പന എടുത്തു നോക്കുക. ആദ്യം ഞാനല്ലാതെ വേറെ ഒരു ദൈവം ഉണ്ടായാലെന്ന് പറയുമ്പം നമ്മളെപ്പോഴും യു ഷാൽ നോട്ട് ഹാവ് നോ അതർ ഗാഡ്. ഗാഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കേ വരുന്നുള്ളൂ. പക്ഷേങ്കിൽ ഹീബ്രു ഇതെടുത്ത് നോക്കിയേ, ലോഡ് ഗാഡ് എന്നാണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ 1-ാം അധ്യായത്തിനകത്ത് മുഴുവൻ എലോഹിമാണ്. 2-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്ക് ലോഡ് ഗാഡ്. നമ്മൾ JDEP ലാസ്റ്റ് പ്രാവശ്യം പറഞ്ഞ പോലെ JDEP എന്നുള്ള പറഞ്ഞ പോലെ ഇതിനകത്ത് എലോഹി പ്രൈസ്റ്റും എലോഹിസ്റ്റും കൂടെ ജഹോവിസ്റ്റും കൂടെ കൂടി മിക്സ് ചെയ്ത് വെച്ചാൽ അപ്പം ലോഡ് ഗാഡ് എന്ന് പറയുന്നത് മനസ്സിലായി. എലോഹിം എന്ന് പറഞ്ഞ ദൈവം, ആ ദൈവത്തിൻ്റെ അകത്ത് തന്നെ ഉള്ള കവനൻ്റൽ ഗാഡ്. മറ്റേ എലോഹിം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും. അപ്പം അപ്പം എന്നോട് ചോദിക്കും, ഈ 10 കമാൻഡ്മെൻറ്റ്സ് എന്ന് പറഞ്ഞുള്ളത് യഹൂദന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്? അല്ല, ഇറ്റ്സ് എ യൂണിവേഴ്സൽ കമാൻഡ്മെൻറ്റ്. എലോഹിം ഈസ് എ യൂണിവേഴ്സൽ ഗാഡ്. നമ്മൾ ഏത് മതത്തിൻ്റെ അടുത്ത് നോക്കിയാലും എല്ലാ മതത്തിനും ഒരു സുപ്രീം, അതായത് ഇപ്പം ഞാൻ പറയാം, പൗലോസ് അത്തേനയിൽ ചെന്നപ്പം ഒരു അൺനോൺ ഗാഡ് ഉണ്ട് കണ്ടത്. അവർ നോക്കുക, അവർക്ക് എല്ലാ ദൈവമുണ്ട്. ബട്ട് ദർ ഇസ് അനദർ അൺനോൺ ഗാഡ്, അറിയാത്ത ഒരു ദൈവം. മനസ്സിലായി? ദർ ഇസ് ഇൻവിസിബിൾ ഗാഡ്, ദർ ഇസ് അറിയാത്തൊരു ദൈവത്തിൻ്റെ. അപ്പം പൗലോസ് പറയുന്നത് ഇതാണ് യഥാർത്ഥ ദൈവം എന്ന് പറയാൻ ശ്രമിക്കുന്നത്. മനസ്സിലായി? ആ സെയിം കോൺസെപ്റ്റ് എല്ലാ മതത്തിൻ്റെ അകത്തുണ്ട്. അപ്പം അതാണ് ഈ എൽ എന്ന് പറഞ്ഞത്. എൽ എന്ന് പറഞ്ഞ വേർഡ് വരുന്നത് എലോഹ അല്ലെ എലോഹ ആണ് അതിൻ്റെ സിംഗുലർ. അപ്പോൾ എലോഹ എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ് എലോഹീം എന്ന് പറഞ്ഞ് വന്ന്. എലോഹീം പ്ലൂറൽ. പക്ഷേ ഇവിടെ വരുമ്പം ബാറ ആ വേർഡിനെ സിംഗുലർ ആക്കുക. ഒറ്റ ദൈവം, മോണോത്തിസം, ഒരേ ഒരു ദൈവം. ബട്ട് ഇതിന് 3 ഫോമുണ്ട്, 3 ഫോംസ് ഉണ്ട്. അതാണ് ബറഷീത്ത്, ബാറ, എലോഹീം. അപ്പം ജീസസ് ക്രൈസ്റ്റ്, ഹോളി സ്പിരിറ്റ്, ദ റിയൽ ഫാദർ ഗാഡ്. മനസ്സിലായി? ഇത് യൂണിവേഴ്സൽ ഗാഡ്. ഈ കൽപ്പനകളെല്ലാം പണ്ട് മുതലേ ഉണ്ടായിരുന്നു, ഈ 10 കൽപ്പന എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമുക്ക് മോശയിൽ കൂടെ കിട്ടിയത് മാത്രമേ അറിയത്തുള്ളൂ. നോഹയുടെ കാലത്തൊരു 7 നോഹൈഡ് ലോ ഉണ്ടായിരുന്നു. അതിന് മുമ്പേയും കാണുമായിരിക്കും. ബട്ട് നമുക്ക് ഇതില്ല, തെളിവില്ല എന്ന് മാത്രമല്ല അന്നത്തെ കാലത്ത് റൈറ്റിംഗ് ഉണ്ടായിരുന്നില്ലോ എന്ന് നമുക്കറിയത്തില്ല. ഇപ്പം പഴയ കാലത്ത് ഒരു കാളയുടെ രൂപത്തിൽ ആലേഫ് എഴുതിയിരിക്കുന്നത്, വീടിൻ്റെ രൂപത്തിലാണ് ബേറ്റ് എഴുതിയിരിക്കുന്നത്. പിന്നെ അവിടെ നിന്നാണ് ഈ അക്ഷരങ്ങൾ ആലേഫ് ബെറ്റ് എന്ന് പറയുന്നത്. അതിന് മുമ്പേ എന്തുമായിരുന്നു? ഇപ്പം ഹൈറോഗ്ലിഫിക്സ് ആണെന്ന് തോന്നുന്നു. ക്യുനൈഫോം അല്ല, ക്യുനൈഫോം എന്ന് പറഞ്ഞാൽ വെഡ് ഷേപ്പ്. ഹൈറോഗ്ലിഫിക്സ് ഈജിപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ആ ഫറവൻ്റെയൊക്കെ ആ ടൂമിൻ്റെ അകത്ത് പോയി നോക്കി ഹൈറോഗ്ലിഫിക്സിൽ ഓരോ അവർ എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യും. അതെല്ലാം ഓരോ കിളികളുടെയും ഇതിൻ്റെയൊക്കെ പിക്ചറുകളാണ്. അതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് വരും. അക്ഷരത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കുമ്പം
ദർസ് എ മെസ്സേജ്. അപ്പോൾ അതിന് മുമ്പേ ഉള്ള കാലഘട്ടത്തിൽ എന്തുമായിരുന്നു നമുക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് ദർ വാസ് എ ലോ ദർ ബിഫോർ. അത് യൂണിവേഴ്സൽ ലോ. ആ ലോ ഏതാണ് എലോഹിം എന്ന് പറയുന്നത്. എലോഹിം എന്ന് പറഞ്ഞാൽ അപ്പം ഒരു കൽപ്പനകൾ ഇതെന്ന് പറയുമ്പം യഹൂദന്മാർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള യഹൂദന്മാർക്ക് കവനൻ്റൽ ഗാഡ്, ടെട്രാഗ്രാമറ്റോൺ, ഐ ആം ദാറ്റ് ഐ ആം എന്ന് പറഞ്ഞ് അത് നമ്മൾ വന്ന് ലോഡ് എന്നുള്ള ക്യാപിറ്റൽ YHWH ആ ഒരു വേർഡ് യഹൂദന്മാരെ മാത്രമായിട്ട് പറയുന്നത് കഴിഞ്ഞാൽ യഹൂദന്മാർക്ക് കൊടുത്ത കവനൻ്റൽ മുഖാന്തരം വന്ന്. പക്ഷെ അതിന് മുമ്പേ യൂണിവേഴ്സൽ ദൈവം എന്ന് വെച്ചാൽ നമ്മൾ ബൈബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രോഡ് ഇങ്ങനെ വന്നിട്ട് യൂണിവേഴ്സൽ, പിന്നെ ദൈവം അബ്രാമിനെ തിരഞ്ഞെടുത്തു, അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ക്രിസ്തുവിൻ്റെ അവിടെ ഒരു പോയിന്റ് വരും. പിന്നെ വൺസ് ക്രിസ്തുവിൻ്റെ അവിടെ നിന്ന് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ടൊരു യൂണിവേഴ്സൽ എല്ലാവർക്കും യേശു ക്രിസ്തുവിൽ എല്ലാവർക്കും ദ ഹോൾ മനസ്സിലായി. ഒരു ഇങ്ങനെ വന്ന് ആദ്യം ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന പോലുള്ള രീതിയുള്ള. അപ്പം ഫസ്റ്റ് എലോഹിം ഒരു യൂണിവേഴ്സൽ, ദെൻ കവനൻ്റൽ YHWH, അത് മോശയിൽ കൂടെ നമുക്ക് പിന്നെയാണ് വരുന്നുണ്ടെങ്കിലും പക്ഷെങ്കിൽ ഒരു യൂണിവേഴ്സൽ ഉണ്ട് എലോഹിം. അപ്പം എലോഹിം എന്ന് പറഞ്ഞ യൂണിവേഴ്സലാണ് പറയുന്നത്. അപ്പം അന്ന് മുതലേ കവനൻ്റലും കൽപ്പനകളും എല്ലാം ഉണ്ടായിരുന്നതുള്ളൂ. പക്ഷെ നമുക്ക് കിട്ടിയത് അക്ഷരം നമുക്ക് കിട്ടിയപ്പം തൊട്ടുള്ള അത് നമുക്കറിയത്തുള്ളൂ. അതിന് മുമ്പിലത്തെ കാര്യം നമുക്കറിയത്തുള്ളൂ. മനസ്സിലായി. പക്ഷേ ഇവിടുത്തെ ഉദ്ദേശം ബാറ, ദ വേർബ് മേക്സ് എലോഹിം സിംഗുലർ. അത് ഇന്നേ വരെ പഠിച്ചതിൻ്റെ അകത്ത് ഞാൻ അങ്ങനെ ഒന്ന് കണ്ടിട്ടുണ്ടെന്ന് തോന്നില്ല. ഒരു വേർഡ് ഇത് 3 പ്ലൂറൽ വേർഡ്സിനെ സിംഗുലറാക്കി തീർക്കുക. മനസ്സിലായി. 3 ദൈവമല്ല, ഒരു ദൈവം, ബട്ട് 3. ആ ഒരു കോൺസെപ്റ്റ് ഇച്ചിരി ഹാർഡാണ്. അതിന് ചില ആൾക്കാർ പറയുന്നത് ഒരു വെള്ളം ഐസാകും, ലിക്വിഡാകും, വേപ്പറാക്കും. അങ്ങനെ കുറേ കോൺസെപ്റ്റ് ഞാൻ കേട്ടു. അതേപോലെ ഇപ്പം ഒരു വ്യക്തി ഒരു കുടുംബത്തിൽ അച്ഛനാണ്, ഭർത്താവാണ്, എന്നാൽ ഒരു മകനുമാണ് ഒരാൾ. അപ്പം അങ്ങനത്തെ കുറേ കോൺസെപ്റ്റ് പറയാൻ ശ്രമിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ബട്ട് ഐ ഡോണ്ട് നോ. എനിവേ അത് കഴിഞ്ഞ് ഈ ബറായുടെ ഗമാഷ എടുത്ത് നോക്കുമ്പോൾ ബർഷത്തിൻ്റെ ഗമാഷ നമ്പർ 913 എടുത്ത് നോക്കുമ്പോൾ അതിന് തന്നെ എൻസ് ഓഫ് എന്ന് പറഞ്ഞ വേർഡ് വന്നു. അങ്ങനെ കുറേ വേർഡുകളും ഒത്തിരിയും അതിനോട് യോജിക്കുന്ന വേർഡുകൾ വരുമ്പോഴാണ് ഈ ഒരു ഇതേപോലുള്ള അർത്ഥത്തിൽ പോകുന്നത്. ബെയ്റ്റ് റോഷൻ എന്ന് പറഞ്ഞാൽ വേർഡ് കൊണ്ട് അതേപോലെ ബെറീറ്റ് ഈഷ് എന്ന് പറഞ്ഞാൽ കവനൻറ്റും തീയും. ഏഷ് എന്ന് പറഞ്ഞാൽ തീ, ഈശല്ല. ഇഷ് എന്ന് പറഞ്ഞാൽ ആണ്, ഈശ പെണ്ണ്, ഇഷ് ISH എന്ന് പറയുന്നത് ആണ്, ISHHA എന്ന് പറയുന്നത് പെണ്ണ്. അപ്പം ഇഷ പെണ്ണും ഈഷ് എന്ന് പറഞ്ഞാൽ. ബട്ട് ഐ മാറി ഈ ആണെങ്കിൽ ഏഷ് എന്ന് പറയുന്നത് തീയ, ഫയർ. അപ്പം ആ ബർഷ എന്ന് പറഞ്ഞാൽ ഇത് വരും. അതേപോലെ തന്നെ ബറായിൽ നിന്ന് ഗമാഷിയ 203 എന്ന് പറഞ്ഞ ഇത് വരും. അതിൽ നിന്നാണ് നമ്മൾ പുതിയ ന്യൂ ക്രിയേഷൻ, ദൈവത്താൽ മാത്രമായിട്ടുള്ള മനുഷ്യനായിട്ടുള്ള അതിനും വേഴ്സ. അപ്പോൾ അത് പിന്നെ നമ്മളിപ്പോൾ എലോഹിമും പഠിച്ചു, സിംഗുലർ ദൈവം, വേർബിനാൽ സിംഗുലറാക്കി. മനസ്സിലായി. പ്ലൂറൽ ദൈവം ഹീം എലോഹ, അത് എലോഹീം ആയപ്പോഴത്തേക്ക് പ്ലൂറലായി. പക്ഷെങ്കിൽ വേർബ് വരുമ്പോൾ അത് സ്റ്റേ സിംഗുലർ. മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ഗമാഷ എടുത്ത് നോക്കുമ്പം 86 വരുന്നുണ്ട്. ആ 86 വരുന്ന ഒരു ഇതാണ് ഹാ ടെവ, ദ നേച്ചർ.
അപ്പം നമ്മുടെ ക്രിയേഷനിൽ തന്നെ ഉണ്ട് ദൈവം എന്നാണ് പറയുന്നത്. അങ്ങനെ പറയാൻ പോയാൽ നമ്മൾ വേറെ പല മതങ്ങളുമായിട്ടും സമ്മതിക്കേണ്ടി വരും. എങ്കിലും നമ്മൾ റോമാലേഖനം വായിച്ചു കഴിയുമ്പം അദൃശ്യമായ ദൈവം ക്രിയേഷനെ കൂടെ വിസിബിളാക്കി നമുക്ക് തന്നിട്ടുണ്ട്. ത്രൂ അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലായി, ത്രൂ അണ്ടർസ്റ്റാൻഡിങ്, വിസ്ഡത്താൽ, ത്രൂ അണ്ടർസ്റ്റാൻഡിങ് ഇൻവിസിബിൾ ദൈവത്തെ നമ്മൾ വിസിബിളാക്കി ത്രൂ ക്രിയേഷൻ തന്നിട്ടുണ്ടെന്ന് നമ്മൾ റോമാലേഖനം 1:18 അങ്ങോട്ട് കഴിഞ്ഞു. കുറേ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് 2 ആദ്യ ഭാഗങ്ങളിലും ഉണ്ടെന്നോ. അപ്പം അതിൻ്റെ അകത്ത് കാണിച്ചു തന്നിട്ടുണ്ട് ത്രൂ ക്രിയേഷൻ ദൈവം നമുക്ക് വിസിബിൾ. അപ്പം ദൈവം ഇല്ല എന്നൊരു കോൺസെപ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ഓ മൈ ഗാഡ്, ആൾ നല്ല ജ്ഞാനിയായിരിക്കും. പണ്ട് എനിക്ക് തോന്നുന്നു C.S. ലൂയിസ് എന്ന് തോന്നുന്നൊരു ബുക്ക് എഴുതിയ ഐ ഡോണ്ട് ഹാവ് ഇനഫ് നോളജ് ടു ബി ആൻ ഏത്തിയസ്റ്റ്. എനിക്ക് ഏത്തിയസ്റ്റ് ദൈവം ഇല്ല എന്ന് പറയാനുള്ള അത്രയും ജ്ഞാനം എനിക്കില്ലെന്ന് പറയണം. കാരണം ദൈവം ഇല്ലെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ക്രിയേഷൻ എല്ലാം സംതിങ് എന്ന് പറഞ്ഞ് വരേണ്ടി വരും, മനസ്സിലായി. അപ്പം ഗാഡ് വാസ് വിസിബിൾ ത്രൂ ക്രിയേഷൻ. എല്ലാം ദൈവം നമുക്ക് എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട് ത്രൂ അണ്ടർസ്റ്റാൻഡിങ്. അപ്പം ഈ വാക്കുകളെല്ലാം ഇതെല്ലാം യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഒരു ബ്ലൂ പ്രിൻ്റ് മുമ്പേ വെച്ചിട്ടുണ്ട്. ആ ബ്ലൂ പ്രിൻ്റ് എന്തുവാന്ന് കണ്ടുപിടിക്കുക, മനസ്സിലായി. ബറഷീത്ത്, ബാറ, എലോഹിമിൽ കൂടെ ഹോക്മ, വിസ്ഡം, ജ്ഞാനം, ബിന, അണ്ടർസ്റ്റാൻഡിങ്, കെറ്റെന്ന് പറഞ്ഞാൽ ദൈവം, എലോഹിം കണ്ടിട്ടില്ല, ഇൻവിസിബിൾ. അപ്പം ഈ ഇൻവിസിബിൾ ദൈവത്തിൻ്റെ ഈ ഹോക്മയിൽ കൂടെ ക്രിയേഷൻ ഉണ്ട്. അതിൻ്റെ പർപ്പസ് എന്തോ? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ക്രിയേഷൻ? നമ്മുടെ ജീവിതം കൊണ്ടുള്ള ഉദ്ദേശം എന്തോ? ആരെങ്കിലും ശ്രമിക്കാറുണ്ടോ? നമ്മളിങ്ങനെ സൂഹിച്ച് കളിച്ച് ഇങ്ങനെ ജീവിക്കുകയല്ലേ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലൈഫ്? നമ്മുടെ ജീവിതത്തിലെ ഉദ്ദേശം എന്തോ? ഈ ഒരു ഇതിൻ്റെ എഗെയിൻ ഒന്നുകൂടെ പറയാം, ഡിക്ഷണറി ഇല്ലാത്തത് കൊണ്ട്, ഇന്നത്തെ കാലത്തെ പോലെ ഇതില്ലാത്തതുകൊണ്ട് അന്നത്തെ ആൾക്കാർ ത്രൂ ഡിഫറെൻറ്റ് വേർഡ്സ് കൂടെ അവർ കണ്ടുപിടിക്കുക ദൈവത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് എന്തുവാ, വാട്ട് ഈസ് അവർ പർപ്പസ് ലൈഫ് എന്നുള്ള ഇതിനെപ്പറ്റി ഇനിയും പറയുമ്പോൾ ഒത്തിരി പോകാം. ഓക്കെ, പർപ്പസ് ഓഫ് ലൈഫ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മളിത് പഠിച്ചു വരുമ്പം എല്ലാം കാണിച്ചു വരുന്ന ക്രിസ്തുവിൻ്റെ, മനസ്സിലായി, ത്രൂ ക്രിയേഷൻ ദൈവം ത്രൂ ക്രിയേഷൻ കാണിച്ചു വരുന്നത് ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കാണിക്കുക എന്നുള്ള ഒരു ഇതാണ്, കോൺസെപ്റ്റാണ്. ഈ ഒരു ദൈവവേദൽ ഞാൻ ഒരു ക്രിസ്ത്യൻ വേദം പഠിക്കും. പക്ഷേ യഹൂദന്മാരിപ്പോഴും ക്രിസ്തുവിനെ അവർ അംഗീകരിക്കാത്തതുകൊണ്ട്, അംഗീകരിച്ചവർ ഒത്തിരി പേരുണ്ട്. അതുകൊണ്ടൊക്കെ അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്, മനസ്സിലായി. അപ്പം അവരിപ്പോഴും വിചാരിച്ചിരിക്കുന്ന അണ്ടർസ്റ്റാൻഡിങ് ഒരു വിസ്ഡം, ത്രൂ വിസ്ഡം. അപ്പം അപ്പം ലാസ്റ്റ് പ്രാവശ്യം പറഞ്ഞാൽ അറിവ് നേടുന്നത് തെറ്റാന്ന് പറയുന്നത്. പല ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി അറിവ് നേടിയിട്ട് കാര്യമില്ല, അറിവ് നേടുന്നത് മണ്ടത്തരമാണ്. ക്രിസ്തുവിനെ പറ്റി അറിയുന്നത്, അല്ലെ ദൈവത്തെ പറ്റി അറിയുന്നത്, ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ വിസ്ഡം. അത് പറയുന്നതിൽ അത് ക്രിസ്തുവിനെ പറ്റി നല്ല അറിവുകൾ പഠിച്ചില്ല, ഓക്കെ പോണ്ട, കുറ്റം പറയുന്നു. ഓക്കെ, ദൈവത്തെ പറ്റിയുള്ള ജ്ഞാനം അറിയുന്നതിൽ ഒരു തെറ്റുമില്ല. പഠിച്ച് ഒത്തിരി ഇതാകാതിരുന്നാൽ മതി, റോങ് ടീച്ചിങ് ഒന്നും കൊണ്ടുവരാതിരുന്നാൽ മതി. ബട്ട് വിത്തിൻ ദ കോണ്ടെക്സ്റ്റിൻ്റെ അകത്ത്. അപ്പം ഗാഡ് ഒരു ബ്ലൂ പ്രിൻ്റ് വെച്ചിട്ടുണ്ട് ത്രൂ ക്രൈസ്റ്റ് കൂടെയും ക്രിയേഷൻ കൂടെയും. അത് കണ്ടുപിടിക്കുക, മനസ്സിലായി. അത് കണ്ടുപിടിച്ചതാണ് ക്രിസ്തു വന്നത്, മനസ്സിലായി. നൗ ക്രൈസ്റ്റ് ഗേവ് അസ് സംതിങ്, എന്തുവാ? മൽഖൂത്ത്, കിങ്ഡം. യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ എംഫസൈസ് ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു കിങ്ഡം ഓഫ് ഗാഡ്. വാട്ട് ഈസ് കിങ്ഡം ഓഫ് ഗാഡ്? അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് നമ്മൾ കണ്ടുപിടിക്കുക, മനസ്സിലായി. പിന്നെ ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത വേർഡിലോട്ട് പോകാം. ഓക്കെ, ഈ യെറ്റ് എന്ന് പറയുന്ന ഒരു ലൈക്ക് എ കണക്ടർ.
അത് ഞാൻ ഇത് എങ്ങനെ ശരിക്കും പറയാം. ഓക്കെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില ആൾക്കാർ അല്ലെങ്കിൽ ദേവദാസന്മാർ, അവർ ഫേമസേ അല്ല. പക്ഷെ അവരില്ലാത്ത ഒരു കാര്യമില്ല. അവർ എവിടെ ചെന്നാലും അവരുണ്ട്. ദേ ആർ ദ അവരാണ് അവിടുത്തെ മെയിൻ. പക്ഷെ അവർ പറഞ്ഞു വരുമ്പോൾ ഒരു പ്രശസ്തിയോ ഒന്നുമില്ല. ബട്ട് ദേ ആർ അവർ അനേക പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, സൽക്കരിക്കുന്നുണ്ട്, അനേക ദൈവമക്കളെ കഷ്ടതയിൽ കൂടെ നടത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ എവിടെ എടുത്ത് ചെന്നാലും ഈ ഒരു ദൈവദാസൻ്റെ പേര്. പക്ഷേ ആ ദൈവദാസൻ ഒരു ഫേമസും അല്ല എന്ന് കഴിഞ്ഞാൽ